ഇന്നലെ ഗുഡ് ഈവനിങ് കേരളം വിനുഷയും മനുവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഈ വലിയൊരു വാർത്ത വന്നത്. എല്ലാം മാറ്റിവെച്ച് നമ്മളെല്ലാം അതിലേക്ക് തന്നെയാണ് പോയത്. കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു കാലത്താണ് നാട്ടാനകൾ ആളുകളുടെ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. മേഘ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. വേഗം നേരിട്ട് തന്നെ മേഘയിലേക്ക് പോകാം. മേഘ, ഇന്നലെ 3 പേരുടെ മരണമാണ്, ഒട്ടേറെ ആളുകൾക്ക് പരിക്കുപറ്റി, ചിലരുടെ നില ഗുരുതരമാണ് എന്ന് ഇന്നലെ രാത്രി വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ഇന്നലെ രാത്രി പുലർന്ന് ഇന്ന് നേരം വെളുക്കുമ്പോൾ ഉള്ളൊരു സ്ഥിതി? ശരത്ത്, നിലവിലെ സാഹചര്യം എന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 12 പേരാണ് ചികിത്സയിൽ ഉള്ളത്. അതിൽ 2 പേരുടെ പരിക്ക് സാരമാണ് എന്നതാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരം. IMCHൽ ഒരു 10 വയസ്സുകാരിയായ കുട്ടി കൂടി ചികിത്സയിലുണ്ട്. കോഴിക്കോട്ടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ഒരാൾ കൂടിയുണ്ട്. ഇതിൽ 2 പേരുടെ നില മാത്രമാണ് സാരമായി ഉള്ളത് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും മരണപ്പെട്ട 3 പേർ, ലീല, അമ്മുക്കുട്ടി, രാജൻ എന്നിവരുടെ മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 8 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഏകദേശം 10 മണിയോടുകൂടി തന്നെ, അതായത് ഉച്ചയ്ക്ക് മുൻപ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഭാഗത്ത് കൃത്യമായി അന്വേഷണം നടക്കുന്നു. ഇന്നലെ തന്നെ വനം മന്ത്രി അടിയന്തരമായ റിപ്പോർട്ട് ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. വനം വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു ഭാഗത്ത് പോലീസ് അന്വേഷണവും നടക്കുന്നു. അപകടത്തിലേക്ക് നയിച്ചത്, അതായത് പൊടുന്നനെ ഉണ്ടായ കരിമരുന്ന് പ്രയോഗമാണ് ഇത്തരത്തിൽ ആന ഇടയാനുണ്ടായ സാഹചര്യത്തിലേക്ക് വന്നത് എന്നതാണ് പ്രാഥമികമായി ഈ വനം വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വൈകിട്ടോടുകൂടി, ഒരുപക്ഷെ കൃത്യമായി ഉച്ചയോടുകൂടി തന്നെ റിപ്പോർട്ട് വനം മന്ത്രിക്ക് കൈമാറാനാണ് സാധ്യത. അതായത് ഇടയ്ക്കിടെ കരിമരുന്ന് പ്രയോഗം നടന്നു, അത് ആനയ്ക്ക് മദം പൊട്ടാൻ ഉണ്ടായൊരു സാഹചര്യത്തിലേക്ക് എത്തി എന്നതുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് ആന വിരണ്ട് ഓടുന്നത്. ആന മറ്റൊരാനയെ ആക്രമിക്കുന്നു. അങ്ങനെ അത് വലിയ അപകടത്തിലേക്ക് എത്തുന്നു. ഈ പരിക്ക് എന്നത് നിലയിൽ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ കൃത്യമായി പറയാൻ സാധിക്കും. ഈ മദം പൊട്ടിയ ആന മറ്റൊരു ആനയെ കുത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതിനു പിന്നീട് ഈ അമ്പലത്തിനോട് ചേർന്ന് കിടക്കുന്ന ബിൽഡിംഗ് ആണ് അത് ഇടിച്ചിരുന്നത്. ആ ബിൽഡിങ്ങിൻ ഓട് ഉൾപ്പെടെ ആളുകളുടെ ശരീരത്തിലേക്ക് വീണിട്ടാണ് മരണം സംഭവിക്കുന്നതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് ഈ 2 സ്ത്രീകൾ മരണപ്പെട്ടിരുന്നു. അത് ഇവർക്ക് ആനയുടെ ചവിട്ടേറ്റിട്ടുണ്ടോ, എന്താണ് മരണകാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം അത് കൃത്യമായി പറയാൻ സാധിക്കും. ഏതായാലും നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് കാലിനൊക്കെ തന്നെയും ഗുരുതരമായി പരിക്കേറ്റ ആളുകളാണ് ആശുപത്രിയിൽ കഴിയുന്നത്. റവന്യൂ വകുപ്പ് ഇന്നലെ പ്രാഥമികമായ പരിശോധന നടത്തിയിരുന്നു. അനുമതിയോടുകൂടിയാണ് ഉത്സവം നടത്തിയത് എന്ന് പ്രാഥമികമായി പറയാൻ സാധിക്കുമെന്നാണ് ADM ഉൾപ്പെടെ പറഞ്ഞത്. എന്നാൽ കൂടുതൽ വിശദമായി പരിശോധന നടത്തിയാൽ മാത്രമേ ഈ കരിമരുന്ന് പ്രയോഗത്തിന് കൃത്യമായ അനുമതി ഉണ്ടായിരുന്നു. ഈ ആന നിൽക്കുന്ന സ്ഥലവും ഈ കരിമരുന്ന് പ്രയോഗിക്കുന്ന സ്ഥലവും തമ്മിൽ എത്ര ദൂരത്തിന് വ്യത്യാസമുണ്ട്, അതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇന്ന് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും റവന്യൂ വകുപ്പ്, വനം വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ അന്വേഷണം നടക്കുന്നു. ഉച്ചയോടുകൂടി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഈ പ്രദേശത്തെ 8 വാർഡുകളിൽ മരിച്ചവരോടുള്ള ആദരവ് സൂചകമായി ഇന്ന് ഹർത്താലിന് ആഹ്വാനവും ചെയ്തിട്ടുണ്ട്.